യോഹന്നാൻ അധ്യായം 2. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു തികയാതെ വന്നപ്പോൾ യേശുവിന്റെ അമ്മ അവർക്ക് വീഞ്ഞു തീർന്നുപോയി എന്ന് യേശുവിനോട് പറഞ്ഞു. അതിന് യേശു, എന്നെ ഇതിലെന്തിനു ബന്ധപ്പെടുത്തുന്നു? എന്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിന്റെ അമ്മ വേലക്കാരോട്, അദ്ദേഹം നിങ്ങളോട് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദർ ആചാരപരമായ ശുദ്ധീകരണത്തിന് വെള്ളം നിറയ്ക്കാൻ ഉപയോഗിച്ചിരുന്നതും 75 മുതൽ 115 വരെ ലിറ്റർ കൊള്ളുന്നതുമായ 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. യേശു വേലക്കാരോട്, ഈ ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞു. അവർ വക്കുവരെ കോരി നിറച്ചു. ഇപ്പോൾ കുറച്ച് പകർന്നെടുത്ത് കലവറക്കാരന് കൊടുക്കുക എന്ന് അദ്ദേഹം കൽപ്പിച്ചു. അവർ അങ്ങനെ ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി തീർന്ന വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നെന്ന് വേലക്കാർക്ക് അറിയാമായിരുന്നെങ്കിലും അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അയാൾ മണവാളിന് അരികിൽ വിളിച്ചു പറഞ്ഞു, എല്ലാവരും അതിഥികൾക്ക് ആദ്യം നല്ല വീഞ്ഞും ഏറെ കുടിച്ചു കഴിയുമ്പോൾ താണതരം വീഞ്ഞും വിളമ്പുന്നു. എന്നാൽ താങ്കൾ ഏറ്റവും നല്ലത് സൂക്ഷിച്ചു വെച്ചിരുന്നല്ലോ. യേശു ഗലീലയിലെ കാനായിൽ വെച്ച് അടയാളങ്ങളുടെ ആരംഭമായി ഇത് ചെയ്തു. അങ്ങനെ അവിടുന്ന് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ശിഷ്യന്മാർ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. അനന്തരം അവിടുന്ന് തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർന്നഹൂമിലേക്ക് പോയി. അവിടെ അവർ ഏതാനും ദിവസം താമസിച്ചു. യഹൂദരുടെ പെസഹ സമീപിച്ചിരുന്നതുകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദൈവാലയാങ്കണത്തിൽ ആടുമാടുകൾ, പ്രാവുകൾ എന്നിവ വിൽക്കുന്നവരെയും മേശകൾക്കരിയിലിരുന്ന് നാണയം മാറിക്കൊടുക്കുന്നവരെയും അദ്ദേഹം കണ്ടു. അപ്പോൾ യേശു കയറുകൊണ്ട് ഒരു ചാട്ട ഉണ്ടാക്കി അവരെയും ആടുമാടുകളെയും എല്ലാം ദൈവാലയ പരിസരത്ത് നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും അവരുടെ മേശകൾ മറിച്ചിടുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇവിടെ നിന്ന് ഇവയെ കൊണ്ടുപോകുവിൻ. എന്റെ പിതാവിന്റെ ഭവനം ഒരു ചന്തസ്ഥലമാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ ദഹിപ്പിച്ചു കളയുന്നു എന്നുള്ള തിരുവെഴുത്ത് ഓർത്തു. യഹൂദർ അദ്ദേഹത്തോട്, താങ്കൾക്കിതെല്ലാം ചെയ്യുവാൻ എന്തധികാരം? അത് തെളിയിക്കുവാൻ എന്തടയാളമാണ് താങ്കൾ കാണിച്ചു തരുന്നത് എന്ന് ചോദിച്ചു. അതിന് യേശു അവരോട്, ഈ മന്ദിരം നശിപ്പിക്കുവിൻ, ഞാൻ അത് 3 ദിവസത്തിനകം പണിതുയർത്തും എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദർ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ മന്ദിരം പണിയുന്നതിന് 46 സംവത്സരം വേണ്ടി വന്നു. താങ്കൾ അത് കേവലം 3 ദിവസം കൊണ്ട് പണിയുമെന്നോ? എന്നാൽ അവിടുന്ന് സ്വന്തം ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. യേശു മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റ ശേഷം അവിടുന്ന് പറഞ്ഞിരുന്ന ഈ കാര്യം ശിഷ്യന്മാർ ഓർത്തു. അപ്പോൾ അവർ തിരുവെഴുത്തും യേശുവിന്റെ വചനവും വിശ്വസിച്ചു. പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ആയിരുന്നപ്പോൾ യേശു ചെയ്ത അടയാളങ്ങൾ കണ്ട് പലരും അവിടുത്തെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിഞ്ഞിരുന്നതുകൊണ്ട് സ്വയം അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്തെന്ന് ഗ്രഹിച്ചിരുന്നതിനാൽ മനുഷ്യനെക്കുറിച്ച് അദ്ദേഹത്തിന് ആരുടെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല.